സമസ്ത CPM-ൽ നിന്ന് അകലുകയാണ്, ലീഗിനോട് അടുക്കുന്നു. ഇത് ഇടതുപക്ഷത്തിന് തന്നെ മൊത്തത്തിൽ കിട്ടുന്ന വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. കാരണം മൂന്നാം വട്ടം തുടർഭരണത്തിന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പിണറായി വിജയൻ ഇതൊരു വൻ തിരിച്ചടിയിലേക്കല്ലേ? തീർച്ചയായിട്ടും. സമസ്തയുടെ പുതിയ പദ്ധതി എന്ന് പറയുന്നത് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങളുമൊക്കെ ആയിട്ട് രമ്യതയിൽ കൊണ്ട് ലീഗുമായി കൂടുതൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അടക്കമുള്ള സമയങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കും എന്നുള്ളൊരു സന്ദേശമാണ് അവരുടെ ജനറൽ സെക്രട്ടറി മുക്കം ഉമ്മർ ഫൈസി നമുക്ക് നൽകിയിരിക്കുന്നത്. മുക്കം ഉമ്മർ ഫൈസി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമസ്ത നേതാവാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സമസ്തയ്ക്ക് ഇടതുപക്ഷവുമായി CPM-മായി ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും അവരുമായി രമ്യതയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഉമർ മുക്കം ഫൈസി. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ മുൻകൈ എടുത്തുകൊണ്ട് പറയുകയാണ്, ഇനി വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾ ശക്തമായി അണിചേരാൻ പോവുകയാണ്. മുസ്ലിം വിഭാഗങ്ങളുടെ ഭാവിക്കും ഐക്യത്തിനും വേണ്ടി ഇത് ആവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. അതിനുവേണ്ടി മുസ്ലിങ്ങളുടെ ഒരു ഐക്യം കേരളത്തിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 100-ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന വേളയിൽ അവർക്കിതൊരു വലിയ ആവശ്യവും കൂടി ആണ് എന്നുള്ളതാണ് സത്യം. വേറൊരു എതിർപ്പും മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപസ്വരങ്ങളോ ഇല്ലാതെ ഒന്നായി പോകുന്നതിന് ഇതിനായി ആന്തരികമായും ഒരു ശുദ്ധീകരണവും ഐക്യവും അനുരഞ്ജനവും ഉണ്ടാക്കുക കൂടി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. CIC ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിൽ, അതായത് ഈ മുസ്ലിം എഡ്യൂക്കേഷൻ കോഓപ്പറേഷൻ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളിലും ഇവർ രമ്യതയിൽ ലീഗുമായിട്ടും പണക്കാട് തങ്ങളുമായിട്ടും ഒക്കെ രമ്യതയിൽ പോവുക എന്നുള്ളതാണ് ഭാവി പരിപാടി. ഇത് കേരളത്തിൽ വലിയ ചില മാറ്റങ്ങൾ, രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വരുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 3-ാം ഊഴം കാത്തു നിൽക്കുന്ന പിണറായി സർക്കാരിന് തീർച്ചയായിട്ടും അത് വലിയൊരു അടിയായിരിക്കും. ഇതിനകം തന്നെ ഹിന്ദു വോട്ടുകൾ ഒരു വലിയ വിഭാഗം BJP-യിലേക്ക് ചോർന്നു പോയിട്ടുണ്ട്. ആ ക്ഷീണം പരിഹരിക്കാനായിട്ട് അവർ അയ്യപ്പ മഹാസംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നപ്പോഴാണ് കക്ഷത്തിരുന്നത് താഴെ പോകുന്ന ഒരവസ്ഥ വന്നത്. ഉത്തരത്തിലുള്ളത് എടുത്തിട്ടുമില്ല, കക്ഷത്തിരുന്നത് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ CPM-ന് കുറച്ച് വേരോട്ടം ഉണ്ടാക്കുന്നതിന് സഹായിച്ചത് സമസ്തയാണ്. സമസ്തയുടെ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു മനസാക്ഷി, മനസ്സിലിരിപ്പ് ഒക്കെ കാരണമാണ് CPM-ന് ആ മേഖലയിൽ കുറച്ച് ശക്തി ഉണ്ടാക്കാനും സീറ്റുകൾ ഉണ്ടാക്കാനും സപ്പോർട്ട് ഉണ്ടാക്കാനും കഴിഞ്ഞത്. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പിന്തുണയില്ലെങ്കിൽ ഒരു ഭരണം ഇന്ന് ഒരുപക്ഷെ അസാധ്യമാണ്. കാരണം അവരേതാണ്ട് 28% വരുന്ന ഒരു പോപ്പുലേഷനാണ്. അവരുടെ എല്ലാവരുടെയും കൂടെ ഐക്യമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി തന്നെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു ഐക്യമുണ്ടായാൽ ഒരുപക്ഷെ അത് കൂടുതൽ ഗുണം ചെയ്യുക UDF-നായിരിക്കും. മുസ്ലിം വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പോളറൈസേഷൻ വന്നാൽ ഒരുപക്ഷെ അത് ഹിന്ദു വോട്ടുകളുടെ പോളറൈസേഷൻ BJP-യിലേക്ക് വരാനും കൂടെ ഇടയാക്കും എന്നുള്ളതും സത്യമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കുറേ ഭാഗം, ഒരു വലിയ ഭാഗം UDF-ലേക്കും പോകാം, ഒരു ചെറിയ ഭാഗം BJP-യിലേക്കും പോകാം. കുറച്ച് ഇപ്പോൾ ജോസ് കെ മാണി LDF-ൽ നിൽക്കുകയാണെങ്കിൽ അതവർക്ക് ലഭിക്കാം. പക്ഷേ പോവുകയാണെങ്കിൽ അതും കൂടെ പോയാൽ LDF-ന് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരവസ്ഥയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിലുമാകും. അതുമാത്രമല്ല, ക്രിസ്ത്യൻ ബിഷപ്പുമാരെ അടക്കം വളരെ അപകീർത്തികരമായ ഫാസിസ്റ്റ് എന്നൊക്കെ വിളിച്ച് വളരെ മോശമായ ഒരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടും അവരുടെ ഇടയിൽ പല വിധത്തിലുള്ള അതൃപ്തി, ഭരണത്തിലോടുള്ള വിരക്തി എല്ലാം കൊണ്ടും ക്രിസ്ത്യൻ വോട്ടുകളും ക്രിസ്ത്യൻ വിഭാഗവും LDF-ൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്.
LDF-നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു പ്രഹരം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മുഖം ഫൈസിയുടെ ഈ പ്രസ്താവന. ഇത് വരുംകാല രാഷ്ട്രീയത്തിന് ഒരു വഴിത്തിരിവ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയും ഓൾറെഡി ഇപ്പം ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് യുഡിഎഫിനോടൊപ്പം പോയി ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ഉൾക്കൊള്ളാമെന്നാണ് ഇപ്പം സമസ്ത പറയുന്നത്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളുകൊണ്ട് സർവ്വ മുസ്ലിം വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ എല്ലാത്തിനെയും കേരളത്തിലെ എല്ലാവരും ഇന്ത്യയിലെയും കൂടെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം തങ്ങൾ നിറവേറ്റാൻ പോവുകയാണെന്നാണ് സമസ്ത ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതവരുടെ 100ാം വാർഷികത്തിൻ്റെ അവസരത്തിൽ ഇതൊരു വലിയ പ്രഖ്യാപനമാണ്, ഇടതുപക്ഷത്തിന് ഒരു ഞെട്ടലുമാണ്. ഇത് അല്ല, ഇവര് മുമ്പും സമസ്ത UDF-നോടൊപ്പം ലീഗിനോടൊപ്പം നിന്നിട്ടുണ്ട്. പൊതുവേ മുസ്ലിം വിഭാഗത്തിന് UDF-നോടൊരു സമരസവും ഐക്യവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും സമസ്തയുടെ ചില നിലപാടുകൾ കാരണം പലപ്പോഴും ഇടതുപക്ഷത്തിനൊരു സ്പേസ് കിട്ടാൻ, കാരണം മലപ്പുറത്തൊരു സ്പേസ് ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു പച്ച തണൽ വേണം, അതിനുള്ള അവസരം പലപ്പോഴും കിട്ടാറില്ല. അത് കിട്ടിയിരുന്നത് സമസ്ത വഴിയാണ്. അതിപ്പോൾ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇപ്പം ലീഗ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട്. അതെ, അതായത് നമ്മൾ കണ്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് മുഴുവൻ. ഇപ്പം ഈ സമസ്തയെ ഉൾക്കൊള്ളുന്നതിലും ചില കാര്യങ്ങളോട് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അവർ കൂടെ നിന്നു. പിന്നെ അതുപോലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലീഗിൻ്റെ ചില സീറ്റുകൾ കോൺഗ്രസിന് അത് വെച്ചു മാറാനായിട്ടും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്നത് ഗുരുവായൂരും കളമശ്ശേരിയും ഒക്കെ അവർ വെച്ച് മാറാൻ തയ്യാറാണ്. ഗുരുവായൂരും കളമശ്ശേരിയും ലീഗിൻ്റെതാണ്. അത് ചിലപ്പോൾ കോൺഗ്രസിലേക്ക് അവരുടെ സമ്മതരായ സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ ഗുരുവായൂർ പറയുന്നത് മുരളീധരന് കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം മുരളീധരനും വിശ്വാസം അവരിലാണ്. കാരണം കോൺഗ്രസ്സുകാരാകുമ്പോൾ കാലുവാരും, ലീഗാകുമ്പോൾ അത് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഗുരുവായൂരത്തെ സംബന്ധിച്ചോളം ഗുരുവായൂരപ്പൻ ഒഴികെ ഏതാണ്ട് എല്ലാവരും മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഹിന്ദുക്കൾ വളരെ കുറവാണ്. അപ്പോൾ N ബ്ലോക്ക് ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും പിന്നെ ബാക്കി കുറേ വരുന്ന ഹിന്ദു വോട്ടുകളും കെ മുരളീധരൻ നിന്നാൽ പിടിക്കാമെന്നുള്ളതായിരിക്കും അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ തിരുവമ്പാടി മണ്ഡലം കൊടുക്കാമെന്നും ലീഗ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭരണം എങ്ങനെയും നേടുക എന്നുള്ളതാണ് ലീഗിൻ്റെ നോട്ടം. അതാണ് ഇവർ ഇത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്തു. കാരണം ഭരണമില്ലാതെ ഇനി ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഒരു 5 വർഷം കൂടെ ഭരണമില്ലാതെ പോയാൽ ലീഗ് ഛിന്നഭിന്നമായി പോകാൻ സാധ്യതയുണ്ട്. ലീഗിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ വരാം. ലീഗ് അണികൾക്ക് ഇത്രയും നാളും കൊടുത്തിരുന്ന പല സേവനങ്ങളും അവർക്ക് ഇപ്പോൾ 10 വർഷമായിട്ട് നൽകാൻ കഴിയുന്നില്ല. ഇനി അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് അവർക്ക് താങ്ങാനാവില്ല. സംഘടനാപരമായും മതപരമായും ഒക്കെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് സമസ്തയുടെ ഈ വാചകം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. CPM-ന് ഇടതുപക്ഷത്തിന് അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന പ്രശ്നവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.